യെസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫെലനോപ്സിസിൻ്റെ കെയറാണ് ഞാൻ പറയുന്നത്. പ്ലാന്റ് മുറിച്ചെടുത്ത് എങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പൂക്കളുണ്ടായി പോയാൽ ശിഖരം മുറിക്കാതെ ഇരുന്നാൽ അതിൽ നിന്ന് പിന്നെയും സ്പൈക്കുകൾ വന്ന് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിപ്പോയ ഒരു സ്പൈക്കാണ്. അതിൽ നിന്ന് ഈ വർഷം പുതിയൊരു സ്പൈക്കുണ്ടായി പൂക്കളുണ്ടായിരിക്കുകയാണ്. 1.5 മാസത്തോളമായി പൂക്കളുണ്ടായിട്ട്. പിന്നീടും അതിൽ നിന്ന് മുട്ടുകൾ വളർന്ന പൂക്കളുണ്ടായി. ആദ്യം ഉണ്ടായ പൂക്കൾ 2 കൊഴിഞ്ഞും പോയി. ഇതാണ് ഫെലനോപ്സിസ് ഓർക്കിഡുകളുടെ ഒരു പ്രത്യേകത. ഇപ്പുറത്തെ സൈഡിലും ഒരു സ്പൈക്ക് പുതിയതായി ഈ വർഷം ഉണ്ടായി. അതിലും പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. മുട്ടുകളും വിരിഞ്ഞു തീർന്നിട്ടില്ല. പൂക്കൾ 3 മാസത്തോളം വാടാതെ കൊഴിയാതെ നിൽക്കും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഫെലനോപ്സിസിന് തീരെ കുറച്ച് വെയിൽ മതി. നല്ല വെളിച്ചം വേണമെന്നേ ഉള്ളൂ. ഇത് ഇൻഡോറായിട്ടും വളർത്തുവാൻ പറ്റും. വെള്ളം വളരെ കുറച്ച് മതി. വെള്ളം അധികമായാൽ വേരുകൾ ചീഞ്ഞ് ചെടി നശിച്ചു പോകും. പഴയ ഉണങ്ങിപ്പോയ വേരുകളെയൊക്കെ അപ്പോൾ മുറിച്ച് മാറ്റണം. അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. മാസത്തിലൊരിക്കൽ സാഫ് ചെറിയ ഒരു അളവിൽ വെള്ളത്തിൽ കലക്കി ഈ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഫംഗൽ ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഓർക്കിഡുകൾക്ക് വെള്ളം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ദിവസവും രാവിലെ വെള്ളം കൊടുക്കും. ഇലകളിലും തണ്ടുകളിലും സ്പൈക്കുകളിലും പൂക്കളിൽ മാത്രം വെള്ളം ഒഴിക്കുകയില്ല. ഏരിയൽ റൂട്ടുകളുണ്ട്, അവയിലും എല്ലാം നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കും. ഫെർട്ടിലൈസർ കൊടുക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. വെള്ളം ഇലകളുടെ സൈഡിൽ കെട്ടിക്കിടന്നാൽ ഇവ ചീഞ്ഞു പോകും. ഇതിൻ്റെ കൂമ്പ് ചീയും. നന്നായി വെള്ളം ഒഴിച്ച ശേഷം ഞാൻ പോട്ടെടുത്ത് ഒന്ന് ചെരിച്ച് അതിലെ വെള്ളമെല്ലാം ഒഴുക്കിക്കളയും. വെയിലുള്ള സമയങ്ങളിലാണെങ്കിൽ അതിലുള്ള വെള്ളം പെട്ടെന്ന് അബ്സോർവ് ചെയ്ത് പൊയ്ക്കുള്ളൂ. മഴക്കാലത്ത് വെള്ളം നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴക്കാലത്ത് ഇലകളിലെ പൊടികളൊക്കെ പോകാനായി തുണി വെള്ളത്തിൽ മുക്കി ഇലകളിലെ പൊടിയൊക്കെ തുടച്ചു കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോഴാണേലും തുണികൾ ഫെർട്ടിലൈസറിൽ മുക്കി ഇലകളിൽ തൂത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫെർട്ടിലൈസറുകളുടെ കാര്യം നോക്കാം. കെമിക്കലും ഓർഗാനിക്കും എല്ലാം കൊടുക്കും. എല്ലാം വളരെ നന്നായി ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്നതിലും നന്നായി ഡൈല്യൂട്ട് ചെയ്ത ശേഷമാണ് കൊടുക്കുന്നത്. പൂക്കളുണ്ടാകാൻ വേണ്ടി ഓർക്കിഡ് ബൂം കൊടുക്കും. തേങ്ങാവെള്ളം പുളിപ്പിച്ചും അല്ലാതെ എല്ലാം കൊടുക്കും. എല്ലാം നന്നായി ഡൈല്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് 4 വർഷം പഴക്കമായ ഫെലനോപ്സിസ് ആണ്. ഇതിൻ്റെ അടിയിലോട്ട് കുറച്ച് വേര് ഉണ്ട്. അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മുറിച്ച് വേറെ നട്ട് വയ്ക്കാം. കത്രിക കൊണ്ട് മുറിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സാനിറ്റൈസ് ചെയ്ത ഒരു കത്തി കൊണ്ടാണ് ഞാൻ മുറിക്കുന്നത്. മുറിച്ച് മാറ്റുന്ന ഭാഗത്തിന് 2 വേരുകളെല്ലാം അത്യാവശ്യം വേണം. എങ്കിലേ അത് പിടിച്ചു കിട്ടുകയുള്ളൂ. അതിൻ്റെ ചൂടത്തെ ഇലയൊന്ന് നമുക്ക് പിഴുതു മാറ്റാം. എന്നിട്ട് അതിൻ്റെ ചൂട് ഭാഗം സാഫോ വേറെ ഏതെങ്കിലും ഫംഗിസൈഡ് കൊണ്ട് തേച്ച് പിടിപ്പിക്കണം. ഇവിടെ സാഫ് തീർന്നു പോയതുകൊണ്ട് ഞാൻ സ്യൂഡോമോണസാണ് തേച്ച് പിടിപ്പിക്കുന്നത്. ചൂട് ഭാഗത്തുള്ള മുറിവിലും ഫംഗിസൈഡ് തേക്കണം. പിന്നീട് ഒരു പോട്ടെടുത്ത് അതിൽ കരി നിറയ്ക്കാം.
ഫെലനോപ്സിസ് നടാൻ ഞാൻ കരികൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പകുതിയോളം കരി ഇട്ടിട്ട് അതിലേക്ക് മുകൾ ഭാഗം വെച്ച് കുറച്ച് കരിയും കൂടി ഇട്ട് മൂടാം. പ്ലാന്റ് കുറച്ച് ചെരിച്ചാണ് വെക്കേണ്ടത്. വെള്ളം വീണ് അതിൻ്റെ കൂമ്പ് ചെയ്യാതിരിക്കാൻ, വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെരിച്ച് വെക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം തനിയെ ഒഴുകിപ്പൊക്കോളും. പിന്നീട് അതിൻ്റെ അടിഭാഗത്തേതും ഞാൻ പോട്ടിൽ നിന്നെടുത്ത് അതിലെ ഉണങ്ങിയ വേരുകളൊക്കെ മുറിച്ച് മാറ്റി. ഇത് പഴയ പോട്ട് തന്നെയാണ്, നന്നായി കഴുകിയെടുത്താണ്. അതിലേക്ക് കുറച്ച് കരിയിട്ട് വേരുകളും എല്ലാം അങ്ങോട്ട് വയ്ക്കുക, ഇച്ചിരി ഒതുക്കി വയ്ക്കുക. അതിലേക്ക് പിന്നെയും കരിയിട്ട് കൊടുക്കുക. തിക്കി നിറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഇട്ടൊന്ന് പതുക്കെ ഒന്ന് താഴേക്കിട്ട് കൊടുത്താൽ മതി. 1 മാസം കഴിയുമ്പോഴേക്കും മുറിച്ച ഭാഗത്തിന് താഴെ നിന്നും ധാരാളം കിക്കുകൾ ഉണ്ടായി വരും, അതായത് ഓർക്കിഡിൻ്റെ തൈകൾ ഉണ്ടായി വരും. ഇങ്ങനെയും ഫെലനോപ്സിസിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക്